അങ്ങനെ തിരുവനന്തപുരം കോർപ്പറേഷനിൽ കോൺഗ്രസ് നടത്താൻ വിചാരിച്ച അവിശ്വാസ പ്രമേയം ഇന്ന് കോൺഗ്രസ് പിന്മാറി. സത്യത്തിൽ ഈ കോൺഗ്രസ്സുകാർക്ക് ഇത്രയും വിവരമില്ലേ? പക്ഷെ മൂന്നിലൊന്ന് നമ്മൾ മെജോറിറ്റി അല്ലെങ്കിൽ മൂന്നിലൊന്ന് അംഗസംഖ്യ വേണം ഈ അവിശ്വാസ പ്രമേയത്തിന് വേണ്ടിയിട്ട്. എന്ന് വെച്ചാൽ 34 ആളുകൾ വേണം. കോൺഗ്രസിന് ആകെയുള്ളത് 20 കൗൺസിലർമാരാണ്. പിന്നെ എന്ത് കണ്ടാ കോൺഗ്രസ് നിന്ന് ഈ കമ്മികളെ കണ്ടിട്ടാണോ? കമ്മികളെ കണ്ടിട്ടാണെങ്കിൽ എന്നാൽ പിന്നെ അവിടെ വേറൊരു കഥ ഉണ്ട്. ഈ തിരുവനന്തപുരം കോർപ്പറേഷൻ 50 കൊല്ലമായി ഭരിക്കുന്ന കമ്മികളാണ്. അപ്പൊ ഈ കമ്മികൾ അവിടെ മാർക്കറ്റിൽ അഫ്താപിരിവ് അനധികൃതമായി കെട്ടിടം ഉണ്ടാക്കുക, ഒരു പാർട്ടി ഓഫീസ് നടത്തുക. ഇപ്പൊ കമലേശ്വരത്തും ഇവരുടെ മുളങ്കോടുള്ള കല്യാണ മണ്ഡപങ്ങൾ വരെ ഈ കമ്മികൾ കൈയടക്കി വെച്ചിരിക്കുക. എന്നുവെച്ചാൽ കല്യാണ മണ്ഡപങ്ങൾ കരാറുകാരനുള്ള കോർപ്പറേഷനിലെ കരാറൊക്കെ ഏതോ കാലം തീർന്ന്. പക്ഷെ എന്നാലും ഈ CPM-ന്റെ പ്രാദേശിക നേതാക്കന്മാരാണ് ഈ പൈസയും കാര്യം. അപ്പൊ അതിന്റെ അന്വേഷണം ആ കല്യാണ മണ്ഡപം കഴിച്ചിട്ട് വീണ്ടെടുത്ത് എത്രയോ ആളുകൾ അവിടെ പൈസയും കൊടുത്തിട്ട് ഈ പൈസ മൊത്തം ഹഫ്ത പോലെ CPM എന്ന് വെച്ചാൽ ഈ തിരുവനന്തപുരം കോർപ്പറേഷൻ അത്യാവശ്യം നല്ല കോടിക്കണക്കിന് രൂപയുടെ അസറ്റ്സ് ഉണ്ട്. ഈ പൈസ മൊത്തം മുക്കുന്നതും ഇതിൽ അനധികൃതമായി മറ്റേ അവിടെയുള്ള ഒരു മീൻ വിൽക്കാൻ, ഒരു ജസ്റ്റ് ലൈറ്റ് ഇട്ട് മീൻ വിൽക്കാൻ വരെ 500-600 രൂപ ഡെയിലി പിരിവ് വാങ്ങുന്നത്, ഇതൊക്കെ ഇവിടെ നടക്കുവായിരുന്നു. എന്ന് വെച്ചാൽ നമ്മൾ ഈ പണ്ട് പറയില്ലേ ഹഫ്ത പിരിക്കുന്ന പോലെ ഈ കോർപ്പറേഷനെ ഭരിച്ച് മുടിപ്പിച്ച് ഇത്രയും ചെയ്തത് ഈ CPM ആൾക്കാരാ. ഈ CPM എണ്ണത്തിന് അപ്പൊ ഇത് പെട്ടെന്ന് ഈ ഭരണം പോയപ്പോ ഇവരെ സകല അഴിമതിയും, ഇത് മാത്രമല്ല ഉഡായിപ്പ് പ്രകാരം പല ബിൽഡിങ്ങും പലർക്കും കൊടുത്തത്, പിന്നെ അതുപോലെ പുതിയ ബിൽഡിംഗ് കോംപ്ലക്സ് ഉണ്ടാക്കി അതിലെ തട്ടിപ്പുകൾ, വെട്ടിപ്പ്, എന്തൊക്കെ തട്ടിപ്പും വെട്ടിപ്പും ഈ പറഞ്ഞ പോലെ പണപ്പിരിവും ഉഡായിപ്പ് CPM നടത്തിയിട്ടുണ്ടോ അതെല്ലാം CPM-ന് പുറത്തെത്താൻ പോവാണ്. അതെല്ലാം പുറത്തെത്തും. അതിനു പുറമെ CPM-ന്റെ ഒരു വരുമാനം, നമ്മൾ ഓരോ സ്ഥലത്ത് വരുമാനം ഉണ്ടല്ലോ, ഈ വരുമാനം ആക്ച്വലി നിൽക്കാൻ പോവാ. എന്ന് വെച്ചാൽ കോർപ്പറേഷൻ അത്രയും വലിയൊരു CPM-ന്റെ ഒരു വരുമാന മാർഗ്ഗമായിരുന്നു കോർപ്പറേഷൻ. അത് നിന്ന് അപ്പൊ എങ്ങനെയാലും VV രാജേഷിനെ പുറത്താക്കാനാ. അപ്പൊ എനിക്ക് തോന്നുന്നു ഈ കമ്മ്യൂണിസ്റ്റും ഈ കമ്മിയും കൊങ്ങിയും കൂടി മിക്കവാറും ഒന്നാവും. കാരണം ഈ മുക്കുന്നതിന് പൈസ രണ്ടാൾക്ക് ഡിവൈഡ് ചെയ്ത് കിട്ടുന്നതായിരിക്കും പുതിയ അഗ്രിമെന്റ്. എന്നിട്ട് VV രാജേഷിനെ പുറത്താക്കും. പക്ഷെ അത് പറ്റൂല. സുഗതൻ ജയിലിലാണെങ്കിൽ പോലും പ്രശ്നമൊന്നുമില്ല. സുഗതൻ ജയിലിലാണെങ്കിൽ 50 ആളെ മെജോറിറ്റി മതി. ഇപ്പൊ ഓൾറെഡി 51 ഉണ്ട്. സുഗതൻ ജയിലിലായി കഴിഞ്ഞാൽ ഇത് വീണ്ടും ഒരാളെ ഇതുണ്ടാവില്ല. അപ്പം ഈ പറഞ്ഞ 50 ആള് മതി. 50 ആള് ഓൾറെഡി 51 സുഗതം പോയാൽ 50 ആളുണ്ടാവും. BJP-യുടെ ഭരണം പോലും. അപ്പോഴാണ് ഇങ്ങനത്തെ ഒരു ഉടായ്പ്. ഈ ഒരു ഉടായ്പ് നടക്കാതെ വന്നുകൊണ്ടാണ് ഈ സത്യപ്രതിജ്ഞ മറ്റേ അള്ളാവിന്റെ പേരിൽ മറ്റൊന്നൊക്കെ പറഞ്ഞാൽ അടുത്ത ഉടായ്പ. ഇതൊക്കെ ആക്ച്വലി തിരുവനന്തപുരം ഭരണം പോകുന്നതിന് എന്താ പറയുക, ഇതിന് വിരളി കൊണ്ടിട്ടാണ് ഈ CPM-മാർ ഈ പറയുന്ന കൂത്താട്ടം നടത്തുന്നത്. അതിന് വേണ്ടി തരികട പരിപാടിയാണ് ഈ സത്യപ്രതിജ്ഞ കൂടെ അള്ളാവിന്റെ പേരിലൊക്കെ ഇവിടെ ചെയ്യുന്നൊക്കെ ഉണ്ട്. അപ്പൊ അതായത് നല്ലതാണ്, ഇതൊക്കെ നല്ലതാണ്. ഇതൊക്കെ വെച്ചാൽ ആൾക്കാർക്ക് മനസ്സിലാക്കാൻ പറ്റും. കുറെ ആൾ ഇങ്ങനെയും ചെയ്യുന്നുണ്ട്, കുറെ ആൾ ഇങ്ങനെയും ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ഒരു ക്ലാരിറ്റി വരും കുറച്ച് കഴിഞ്ഞാൽ. അപ്പം ഈ കമ്മികളും ഉടായ്പിന് കൊങ്ങികളും കൂടി കൂട്ടി നിന്നിട്ടാണ് ഇവന്മാർ ഈ സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. അപ്പൊ എന്തായാലും കൂടി എന്താണെന്ന് അറിയില്ല. എന്തായാലും തിരുവനന്തപുരം കോർപ്പറേഷൻ നല്ല അടിപൊളിയായിട്ട് പോകുന്നത്. നമുക്ക് ആകെ കേരളത്തിൽ അറിയുന്ന മേയർ ഏതാ വെച്ച് VV രാജേഷ് ആയിരിക്കും. പുള്ളി അത്രയും സ്ട്രോങ് ആയിട്ടാണ് കാര്യങ്ങൾ നിൽക്കുന്നത്. ഇനി ഒരു 5 കൊല്ലം VV രാജേഷ് ഭരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ കമ്മിക്കും കൊങ്ങിക്കും തിരുവനന്തപുരം കോർപ്പറേഷനുള്ളത് സ്വപ്നം മാത്രമായിരിക്കും. വ്യക്തമായിട്ട് ഇവറ്റയ്ക്ക് രണ്ടെണ്ണത്തിന് അറിയാം. അതുകൊണ്ടാണ് എങ്ങനെയും ഇനിയിപ്പോ നമ്മൾ ഇടതാണ് വലുതാണ് എന്നൊക്കെ മറന്നുകൊണ്ട് എങ്ങനെയും രാജേഷിനെ പുറത്തേ അടിക്കാൻ വേണ്ടി ഇവന്മാർ ഏത് നാറിയ കളിയും കളിക്കും.